ഹായ് ഗായ്സ്, നമ്മളിന്ന് ഒരു 5 ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റാണ് അറിയിക്കാൻ പോകുന്നത്. വീഡിയോ എൻ്റെ വരെ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വേറെ ഒന്നുമില്ല ഗായ്സ്, നിങ്ങൾ എൻ്റെ വരെ കാണുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. ഇനിയും കൂടുതൽ OTT അപ്ഡേറ്റ്സ് അറിയാൻ കാത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് പോവാം. സൗബിൻ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ഇവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് പ്രാവിൻ ഗുഡ് ഷാപ്പ്. ചിത്രത്തിനൊരു ആവറേജ് റെസ്പോൺസാണ് ആക്കാൻ സാധിച്ചത്. ചിത്രം കോമഡി, മിസ്റ്ററി, ത്രില്ലർ മൂവിയാണ്. മസ്റ്റ് വാച്ച് പടം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റിന് വന്നിട്ടുണ്ട്. അതുപ്രകാരം ചിത്രം എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വെച്ചാൽ ചിത്രത്തിന് ഒരു ഗംഭീര റെസ്പോൺസ് കിട്ടേണ്ട ചിത്രമാണ്. ക്ലൈമാക്സിൽ ഒക്കെ കുറച്ച് ലാഗായിപ്പോയി. അല്ലെങ്കിൽ ചിത്രം ഒരു ഗംഭീര റെസ്പോൺസ് തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചു. ബേസിൽ ജോസഫ് ഒക്കെ കിടുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടതാണ്. ആ ദിവസം രാത്രി പക്ഷേ റിവ്യൂ ഇടാൻ പറ്റിയില്ല ഗൈസ്. അതെന്നെ കൊണ്ട് പറ്റിയത്. പലവരും പറയുന്നത് സ്കൂളിൽ പോടാന്ന്. ഞാൻ ചെറിയ കുട്ടിയല്ലേ ഗൈസ്, അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആ OTT അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ചിത്രത്തിൻ്റെ OTT കാണിച്ചേക്കുന്ന ആമസോൺ പ്രൈം അടുത്ത മാസം ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലൂടെ OTT റിലീസ് ചെയ്യുന്നപ്പോൾ കൺഫേം ആകും. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് പ്രാവിൻ ഗുഡ് ഷാപ്പ് ആമസോൺ പ്രൈമായി എന്തായാലും OTT റിലീസ് ചെയ്യും. ഉറപ്പാണ്. അടുത്ത ചിത്രമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാം. അടുത്ത ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ശങ്കർ സംവിധാനം ചെയ്ത എൻജിഒക്ക് ശേഷം എടുത്ത ചിത്രം നല്ല റിലീസ് ചെയ്ത ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ശങ്കർ ഡയറക്ഷനിലെത്തിയ ചിത്രം ഒരു ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളും സ്ഥലത്ത് നോക്കാൻ സാധിച്ചിരുന്നു. ചിത്രത്തിൻ്റെ OTT ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപ്രകാരം എപ്പോഴാണെന്ന് നോക്കിയാൽ OTT ഇന്നിപ്പോൾ ചിത്രത്തിൻ്റെ തമിഴ് ഡബ്ബ് ലീക്ക്ഡ് വെർഷൻ എന്നിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ഇന്നലെ രാത്രി ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പ് തമിഴ് ഡബ്ബ് വെർഷൻ ലീക്കാകപ്പെട്ടിരിക്കുകയാണ്. ഈ ലീക്കാകുന്നത് തടഞ്ഞാൽ നമുക്ക് എല്ലാ സിനിമയും നമുക്ക് 100 ദിവസം വരെ കാണാൻ പറ്റും. കാരണം ചിത്രമൊക്കെ നേരത്തെ OTT തന്നെ വന്നെ. അപ്പോൾ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചെറിയ റൂമേഴ്സ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം ആയിരിക്കും വാങ്ങുന്നൊരു റൂമേഴ്സ് ഉണ്ട്. ചിത്രം ആമസോൺ പ്രൈമിൽ നെറ്റ്ഫ്ലിക്സ് വാങ്ങണമെങ്കിൽ 5 ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ റിലീസ് ചെയ്യും. ചിത്രം വെയിറ്റ് ചെയ്യുന്നുള്ളവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ചിത്രം ഒരു ഗംഭീര പോസിറ്റീവ് ഒന്നും അടിച്ചിരുന്നു. ചിത്രത്തിൻ്റെ മേക്കിംഗ് വൈസ് കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ക്രൈം ഉണ്ട്, എല്ലാം കളറുള്ള ചിത്രമാണ്. പലവരും ട്രോൾ ചെയ്യുന്ന കൂടിയാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അടുത്ത ചിത്രമാണ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ചിത്രം. ടൊവിനോ തോമസ്, വിനയ് റേ, തൃഷ ഷമ്മി തിലകൻ ഇവരൊക്കെ പ്രധാന വേഷങ്ങളെത്തിയ ചിത്രമാണ് ഐഡൻറ്റിറ്റി. ചിത്രം ഒരു ആവറേജ് ഡീസൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് അഭിപ്രായങ്ങൾ അങ്ങനെ കരസ്ഥമാക്കാൻ സാധിച്ചു. ചിത്രം ജനുവരി 2-ാം തീയതി എത്തിയ ചിത്രമാണ്. ചിത്രം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ചിത്രം പലരും പറയുന്നത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഇതിലായിരിക്കും വാങ്ങുന്നത്. സ്ഥിരം ചിത്രം വാങ്ങുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, ZEE5 ജനുവരി 31-ാം തീയതി റിലീസ് ചെയ്യും. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ചിത്രം വെള്ളിയാഴ്ച ZEE5 4 ഭാഷകളിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി 4 ഭാഷകളിൽ റിലീസ് ചെയ്യും. അല്ല, കന്നഡ 4 ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ കൺഫേം വന്നത്.
അപ്പോൾ ചിത്രന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി അടിക്കുക. ചിത്രനെ വെയിറ്റ് ചെയ്യുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിക്കുക. 31-ാം തീയതി പ്രീമിയേഴ്സ് ചെയ്യും. 4 ഭാഷകളിലായിട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ. അടുത്തായി ബാലയ്യ നായകനായി എത്തിയ ചിത്രമാണ് ഡാക്കു മഹാരാജ. ചിത്രം ജനുവരി 12-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഗെയിം ചേഞ്ചറുടെ ഒപ്പം റിലീസ് ചെയ്ത് ഡാക്കു മഹാരാജ എന്ന് പറഞ്ഞ ചിത്രത്തിന് ഒരു നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും കലാണ്. ചിത്രം കേരളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിത്രത്തിൻ്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. അതിനൊരു ഡേറ്റും കൺഫേമാണ്. നെറ്റ്ഫ്ലിക്സാണ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ബാലയ്യ ചിത്രത്തിൻ്റെ ഡാക്കു മഹാരാജ എന്ന് പറഞ്ഞ ചിത്രം നെറ്റ്ഫ്ലിക്സ് ഫെബ്രുവരി 9-ാം തീയതി മലയാളം ഉൾപ്പെടെ ഉള്ള ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സായി റിലീസ് ചെയ്യുന്ന ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ബോബി ഡിയിലേക്ക് പ്രദർശനങ്ങളെത്തിയ ചിത്രമാണ് ഡാക്കു മഹാരാജ. ചിത്രത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളവർ കമൻറ്റ് ചെയ്യും. അടുത്ത ചിത്രമാണ് അല്ലു അർജുൻ നായകനായെത്തിയ പുഷ്പ 2 എന്ന ചിത്രം. ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന ഇവരൊക്കെ പ്രധാന വേഷങ്ങളെത്തിയ ചിത്രമാണ് പുഷ്പ 2. ചിത്രത്തിന് ഒരു ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് പോസിറ്റീവ് 2 കാണുന്ന ഒരു ചിത്രമാണ് ഈ പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന് ഒരു പോസിറ്റീവ് കട്ട വെയിറ്റിംഗ് ആയ കുറേ പേരുണ്ടായിരുന്നു. ചിത്രം ഞാൻ പോയി കണ്ടതാണ്. ഒരു അടിപൊളി ചിത്രമാണ്. മോസ്റ്റ് വാച്ച് ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഫഹദ് ഫാസിലിനെ അഭിനയം ഒരു കിട്ടു സെറ്റ് സാധനമാണ്. ചിത്രത്തിൻ്റെ OTT ഇപ്പോൾ ഫൈനലൈസ് ചെയ്തതിന് നെറ്റ്ഫ്ലിക്സാണ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ ജനുവരി 29-ാം തീയതി ഇത് റിലീസ് ചെയ്യുന്ന റൂമേഴ്സ് ഉണ്ട്. ചിലപ്പോൾ കറക്റ്റായിരിക്കും. അടുത്ത ആഴ്ചയോടെ കൺഫേം ഡേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും, ഉറപ്പായിരിക്കും. അടുത്ത ആഴ്ച തന്നെ ഇരിക്കണം OTT. കാരണം ചിത്രം ഇറങ്ങിയിട്ട് 56 ദിവസം കഴിഞ്ഞിട്ട് OTT റിലീസ് ചെയ്യുന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ലീക്ക് വെർഷനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞത്. ഇപ്പോൾ റീലോഡർ വേർഷൻ്റെ ലീക്ക് വെർഷൻ ഹിന്ദി പതിപ്പും തെലുങ്ക് പതിപ്പും ഇപ്പോൾ ലീക്കാക്കപ്പെട്ടിട്ടുണ്ട്. ചിത്രം എന്താ പറയുക, ഒരു അടിപൊളി ചിത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് വീഡിയോ. താങ്ക് ഫോർ വാച്ചിങ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. ഇനിയും കുറേ വീഡിയോസ് വന്നെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് ഫോർ വാച്ചിങ്.